ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ദീപയ്ക്ക് നഷ്ടങ്ങൾ മാത്രമാണ് മിച്ചം. പ്രാണനേക്കാളുപരി സ്നേഹിച്ച ഭർത്താവ് തിരസ്കരിച്ചു. സ്നേഹവാത്സല്യങ്ങൾ ചൊരിഞ്ഞ് ഓമനിച്ച് വളർത്താൻ ഒരു കുഞ്ഞിനെ പോലും ഈശ്വരൻ നൽകിയതുമില്ല. അളവറ്റ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് 20 വർഷം മുൻപ് മാർച്ച് 26-ന് ദീപ വിശ്വകുമാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച് വിവാഹം. അവൾ മനസ്സിൽ താലോലിച്ചതുപോലെ സത്യസന്ധനും സ്നേഹവാനുമായിരുന്നു വിശ്വകുമാർ. അവരുടെ ചെറിയ ജീവിതം സ്വപ്നതുല്യമായിരുന്നു. പക്ഷേ 2 വർഷം മുൻപ് വിധി എല്ലാം തല്ലിത്തകർത്തു. ദീപയെ ഉപേക്ഷിച്ച് വിശ്വകുമാർ മറ്റൊരു സ്ത്രീയോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങി. ആ വിശ്വാസവഞ്ചനയുടെയും ചതിയുടെയും കഥയാണ് ദീപ ഇവിടെ പറയുന്നത്. വീട് വെച്ചിരിക്കുന്ന ആരുടെ പേരില? അത് ഹസ്ബൻഡിന്റെ പേർക്കാണ്. വിശ്വകുമാർ. ഹസ്ബൻഡിന്റെ പേർക്കാണ്. അന്ന് എന്നോട് പറഞ്ഞു നിന്റെ പേർക്ക് എഴുതട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് സ്നേഹം എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു വേണ്ട, അണ്ണന്റെ പേർക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്നേരം പിള്ളേരില്ലെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോടെ പേരായി ഇതിനകത്ത് അഡ്രസ്സ് വെച്ചേക്കുന്നത് സൂര്യാലയം. ഞാൻ പറഞ്ഞ് നമുക്കില്ലെങ്കിലും അണ്ണൻ്റെ അനിയൻ്റെ മോടെ പേരല്ലേ, നമുക്ക് അതിനെ ഒരെണ്ണത്തിന് ഇനി എടുക്കാം. അങ്ങനെ ഈ സൂര്യാലയം വെച്ച ആ കൊച്ചിനെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു കൊടുക്കും, എടാ നീ പോയി വേറെ കല്യാണം കഴിക്കടാ, നീ എന്തിനാ ഇവിടെ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ എപ്പോഴും പറയും മേടാ. അന്നേരമൊക്കെ സ്പ്രേയും ലൈറ്റും എല്ലാം കിടക്കുന്നു. അപ്പോഴൊക്കെ അന്നേരം ഇത് ആ കൂട്ടുകാരൻ പൊതിയാതെ കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് പറഞ്ഞു ഞാൻ മേടിച്ചപ്പം അവനും മേടിച്ച്, ഞാൻ മേടിച്ചതുപോലെ ഒരുപോലുള്ള സാധനങ്ങളാണ് മേടിച്ചതെന്നും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ കൂട്ടുകാരന്മാർ തരുമോ? ഇങ്ങനെ എത്ര സ്വന്തം അനിയൻ ഗൾഫിൽ നിന്നപ്പം കൊടുത്തു വിട്ടത് പാക്ക് ചെയ്ത് എത്രയോ പാക്ക് ചെയ്ത ഈ ചേട്ടൻ്റെ കൊടുത്തു വിട്ടത്. ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞ ഇത് ഞങ്ങൾ ഒത്തു കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. പോകാൻ നേരത്ത് എനിക്കൊരു സാരി, എൻ്റെ അമ്മയ്ക്കൊരു സാരി, പിന്നെ അവരുടെ കുഞ്ഞമ്മമാർക്ക് വിശ്വമാറിന് എൻ്റെ അമ്മയ്ക്കും ഒരു സാരി, അവർ കുഞ്ഞമ്മയ്ക്ക് ഒരു സാരി എടുത്ത് വെച്ചിട്ട് ഒരു ലൈറ്റർ എടുത്ത് വെച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ആയിട്ട് പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കാനായിട്ട് പോയി. കൊണ്ടുകൊടില്ല. എനിക്ക് പിന്നെ കോഴിക്കോട്ട് വരെ അങ്ങാണ്ടൊരു വസ്തുവിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഈ സാറിൻ്റെ കൂടെ, ഈ ട്രാവൽസിൽ സാറിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിൽ നീ മോളൂടെ പോയിക്കോ, ഞാൻ വൈകിട്ട് അങ്ങ് കയറി വരാം, ഞാൻ അങ്ങ് വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ട്രെയിനകത്ത് വെച്ചാൽ മേഡം ഇത് വിളിച്ച് പറഞ്ഞത്. ഞാൻ ഇറങ്ങാനാണെങ്കിൽ പറ്റിയതുമില്ല. ഞാൻ ഒന്ന് വിചാരിച്ച് വീട്ടിൽ വെച്ചൊക്കെ ആയിരുന്നു, ഞാൻ പോത്തതുമില്ലായിരുന്നു. അന്നേരം ഈ കൊച്ചു പറഞ്ഞു വാമ്മേ നമുക്ക് പോവാമേ, എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ ഇറങ്ങിയതല്ലേ അമ്മയെന്നും പറഞ്ഞ് ഞങ്ങൾ എന്തായാലും പോയി. ദീപാവലി കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ പറഞ്ഞു അണ്ണനില്ലാതെ ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാനും ഈ കൊച്ചുകൂടെ അങ്ങ് പോവാമെന്നും പറഞ്ഞു. ഞങ്ങൾ ഇനി പോന്നിട്ടും ഈ അണ്ണൻ വന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ ചോദിച്ചു എന്തുവാണ് എവിടെങ്കിലും പോയാൽ ഒന്ന് വിളിക്കണ്ടേ എണ്ണ? അത് അവിടെ വിളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. പറയാൻ വന്ന വാക്ക് അതിൽ ദേഷിച്ച് ചോദിച്ചത് കൊണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്നെ വഴക്ക് പറയല്ലേ, ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ നെറ്റ് മൊബൈൽ ആരോ അങ്ങ് കട്ടെടുത്ത് അവിടെ വെച്ച് എടുത്തു പോയി. ഞാൻ ചോദിച്ചു സൂക്ഷിക്കാൻ, സ്വന്തമായിട്ട് ജോലി ചെയ്ത് വാങ്ങിച്ചതല്ലേ, സൂക്ഷിക്കാൻ വയ്യെങ്കിൽ ഞാൻ എന്താ പറയാനാ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കാശിന് സൂക്ഷിക്കാൻ വയ്യെങ്കിൽ പോട്ടെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നേരം ഒരു വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞമ്മ വിളിച്ചു. കുഞ്ഞമ്മ പറഞ്ഞു കുഞ്ഞമ്മ ഇവക്ക് എന്നെ അങ്ങ് സംശയമാണ്, എന്നോട് ഇങ്ങനെ സംശയം വെച്ചുള്ള വാക്കുകളാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ 5-6 ദിവസമായി ഇവിടുന്ന് പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ കൊച്ചിവിടെ അങ്ങനെ ഉണ്ട് എന്ന് പോലും വിളിച്ച് ചോദിച്ചു. ഇല്ല, ഇവരുടെ വീട്ടുകാരും അവരുടെ വീട്ടുകാരൊക്കെ വേറെ അങ്ങ് മാറി. കുടുംബം ഞങ്ങളുടെ കൂടെ വസ്തുവിനകത്ത് ഉണ്ടെങ്കിൽ അവർ വിറ്റിട്ട് അവരങ്ങ് പോയി. പിന്നെ ഞാനോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ അഞ്ചലിന്ന് വരുവാന്ന്. അപ്പം അഞ്ചലൊന്നും എനിക്ക് സ്വന്തക്കാരോ ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞ് ദീപയോട് ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോ കാര്യങ്ങൾ. അന്നേരം ഈ അണ്ണൻ ചോദിക്കും ഇത് ആരാന്ന്. പക്ഷെ അണ്ണനറിയാം ഇവരാരാന്നുള്ളത്. എൻ്റെ അടുത്ത് കാണിക്കുമോ ഇത് ആരാന്ന് അറിയാൻ വയ്യാത്ത രീതി എൻ്റെ അടുത്ത് കാണിക്കും. അപ്പം ഞാൻ ചോദിച്ചാൽ അന്നേരം ഞാൻ കയറി ആരായാലും നമ്മുടെ വീട്ടിൽ ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞു. ഇല്ലില്ല ഞങ്ങൾ കയറിയിരിക്കുന്നില്ല, പിന്നെ